എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് കോക്കനട്ട് വെച്ചിട്ട് ഒരു എനർജി ബോൾ. അപ്പോൾ നമുക്ക് പലതരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ബാർസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, ബോൾസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ട് അതേസമയം പവർഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന പെസരട്ട് ദോശ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പല വേരിയേഷൻസ് നിങ്ങൾ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരാം വരും ദിവസങ്ങളിൽ. അപ്പോൾ ഒട്ടും താമസിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള കോക്കനട്ട് എനർജി ബോൾ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കോക്കനട്ട് എനർജി ബോൾസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് ഈന്തപ്പഴമാണ്, നല്ല ഡേറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ കുരു കളയണം. ഒരു 20ഓളം ഈന്തപ്പഴം വേണ്ടി വരും നമുക്ക്. പക്ഷെ അത് നമുക്ക് കുറച്ച് അരച്ച് വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട് എത്ര വേണ്ടി വരും എന്നുള്ള കാര്യം. അതുകൊണ്ട് നമുക്ക് അപ്പോൾ 20ഓളം ഈന്തപ്പഴത്തിൻ്റെ കുരു നമുക്ക് ഇതിൽ നിന്ന് വേർപെടുത്തി എടുക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടതിന് ശേഷം അരച്ച് കൊണ്ടുവരണം കേട്ടോ. നല്ല ക്വാളിറ്റി ഡേറ്റ്സ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് കുരു റിമൂവ് ചെയ്യാൻ പറ്റും. എന്നെ ചിലവർ ചോദിക്കാറുണ്ട് ഡേറ്റ്സ് വാഷ് ചെയ്യണമെന്ന്. ഞാൻ സാധാരണ രീതിയിൽ ഡേറ്റ്സ് ഒന്നും വാഷ് ചെയ്യാറില്ല കേട്ടോ. ഇനി വാഷ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല, അതിൻ്റെ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയൊക്കെ കിട്ടുന്ന ഡേറ്റ്സ് എന്തായാലും നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഒരു 20ഓളം ഡേറ്റ്സ് നമുക്ക് ഇതേപോലെ ഇതിൽ നിന്ന് കുരു റിമൂവ് ചെയ്യാം. പിന്നെ ഡേറ്റ്സ് അരച്ചതിന് ശേഷം നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ഇടാൻ പാടില്ല, കുറച്ച് ആഡ് ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമാണ് കൺസിസ്റ്റൻസി കറക്റ്റ് ആവുള്ളൂ. മാത്രമല്ല മധുരം കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ആദ്യം ഉണ്ടാക്കി നോക്കിയപ്പോൾ ഒരുപാട് ഡേറ്റ്സ് കൂടിപ്പോയി. അപ്പോൾ എനിക്ക് അങ്ങ് കഴിക്കാൻ പറ്റില്ല, അത്രയും കൂടുതൽ മധുരം പോലെ തോന്നി. എനിക്കൊക്കെ ഒരു മീഡിയം മധുരമാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ അത് നോക്കിയിട്ട് വേണം എപ്പോഴും ആഡ് ചെയ്യാൻ. അപ്പോൾ 20 ഡേറ്റ്സിൻ്റെ കുരുവൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊരു മിക്സിയിലിട്ടതിന് ശേഷം അരച്ച് കൊണ്ടുവരണം. ചെറിയ ജാറിലിട്ടതിന് ശേഷം കുറച്ച് ഇട്ടങ്ങ് അരച്ചെടുത്താൽ മതി. ഇതാ ഡേറ്റ്സ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നൈസ് ആവില്ല, എൻ്റെ മിക്സിയിൽ ഇത് ഇത്രേ അറിയുന്നുള്ളൂ. എന്നാലും നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ടൊക്കെ അരഞ്ഞിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കപ്പലണ്ടി അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ്, ബദാമൊക്കെയാണ്. അതായത് നട്ട്സ്, വാൾനട്ടോ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതെല്ലാം ഉപയോഗിക്കാം. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ തൽക്കാലം കപ്പലണ്ടി മാത്രമേ ഉള്ളൂ, കാഷ്നട്ടൊന്നുമില്ല. ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ കപ്പലണ്ടിയും ബദാമും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് കപ്പലണ്ടി മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ കപ്പലണ്ടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കപ്പലണ്ടി നമ്മൾ വറക്കണം. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വറുത്ത് അതിൻ്റെ തൊലിയൊക്കെ അത്യാവശ്യം തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം സാധാരണ രീതിയിൽ ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് കപ്പലണ്ടി വറക്കാറുള്ളത്. പക്ഷെ ഇന്ന് ഞാൻ വറുത്തിരിക്കുന്നത് ഓവനിൽ വെച്ചിട്ടാണ്. ഓവൻ പ്രൂഫ് പാത്രത്തിൽ വെക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മിനിറ്റ് അടിച്ചു കൊടുക്കുക. 1.5 മിനിറ്റ് അടിച്ച് അതിനുശേഷം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും 1 മിനിറ്റോളം അടിക്കാം. അപ്പോൾ 2.5 മിനിറ്റ് കൊണ്ട് എനിക്ക് നന്നായിട്ട് കപ്പലണ്ടി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവനുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കാം. അതിനുശേഷം കൈ കൊണ്ടൊക്കെ ഒന്ന് നന്നായിട്ട് അമർത്തി തിരുമിയിട്ടുണ്ടെങ്കിൽ കപ്പലണ്ടിയുടെ തൊലിയൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം ഒരു പാത്രത്തിലിട്ടൊന്ന് ചുറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അത്യാവശ്യം തൊലിയൊക്കെ പോയി കിട്ടും. അപ്പോൾ ഈ നട്ട്സ് നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചു കൊണ്ടുവരണം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ടതിന് ശേഷം ഇതും ഇതേപോലെ പൊടിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു അളവ് ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ എത്ര എടുത്തെന്ന് ഞാൻ അളന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം 3/4 ഗ്ലാസ് കപ്പലണ്ടി ഉണ്ടാവും. ഇപ്പം നിങ്ങൾ 3 നട്ട്സ് എടുക്കുകയാണെങ്കിൽ 3 നട്ട്സും കൂടിയിട്ട് 3/4 ഗ്ലാസ് മതിയാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ നട്ട്സ് മാത്രം 3/4 ഗ്ലാസ് എടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഇതാ ഇവിടെ ഞാൻ കപ്പലണ്ടി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നൈസായിട്ട് പൊടിക്കുക. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ടാണ്. ഇവിടെ ഞാൻ സ്പിന്നീസിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ടുള്ള കോക്കനട്ട് പൗഡറാണ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കോക്കനട്ട് പൗഡർ ഇതുപോലെ കിട്ടിയിട്ടില്ലെങ്കിൽ, അതായത് റെസിഗേറ്റഡ് കോക്കനട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ അല്ലെങ്കിൽ ചെറിയ തേങ്ങ കിട്ടില്ലേ, അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെള്ളം വലിയുന്ന വരെ ഒന്ന് നന്നായി അങ്ങ് ഫ്രൈ ചെയ്യാം. ഗോൾഡ് കളർ ആവാൻ നിൽക്കാൻ പാടില്ല. ഗോൾഡ് കളർ ആവുന്നേക്കാൾ മുൻപായിട്ട് ആ വെള്ളം വലിയുന്നൊരു നല്ലൊരു വാസന വരില്ല. ആ സമയത്ത് അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല നൈസായിട്ട് നമുക്ക് തേങ്ങ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി വാങ്ങിച്ചിരിക്കുന്ന കോക്കനട്ട് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ നോക്കി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റെഡിമെയ്ഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഒരു 3/4 ഗ്ലാസ് അളന്നെടുത്തതിന് ശേഷം ഒന്ന് മിക്സിയിൽ ഒന്നും കൂടെ പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഓക്കെ, നമ്മുടെ തേങ്ങ നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചിട്ടുണ്ട്. തേങ്ങ കുറച്ചും കൂടെ വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഉരുട്ടിയിട്ടുള്ള ബോൾ ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ തേങ്ങ വേണം. അത് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് എല്ലാം കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഉണക്കമുന്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരി എടുക്കാം കേട്ടോ, ഡേറ്റ്സിന് പകരമായിട്ട്. അല്ലെങ്കിൽ ഡേറ്റ്സിൻ്റെ കൂടെ ഉണക്കമുന്തിരി എടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ അളവിൽ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും കുറേ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മാത്രമല്ല ഇത് എപ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ആ കോക്കനട്ട് പൗഡർ ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം.
ഇത് ഒരുപാട് വെറൈറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് അനുസരിച്ച് നമുക്ക് ഒരുപാട് വേരിയേഷൻസ് വരുത്താൻ പറ്റും. ഇതൊരു ടൈപ്പാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ പല വേരിയേഷൻസും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പതുക്കെ. കാരണം ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. മാത്രമല്ല എൻ്റെ മോനും ജാനും ഒക്കെ ഓഫീസിലും സ്കൂളിലും കൊണ്ടുപോകുന്ന ഒരു സാധനമാണിത്. ഞാനിതിനു മുമ്പ് ഈസി ആയിട്ടുള്ള എള്ളുണ്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു പവർ ബോൾ തന്നെയാണ് കേട്ടോ, അത് മറക്കരുത്. അപ്പോൾ അതിലോട്ട് നമ്മുടെ എന്താണ് നട്ട്സ്, അതായത് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി പൊടിച്ചതും കൂടി ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം. അവസാനം മാത്രം നമുക്ക് ഇതിലോട്ട് ഡേറ്റ്സ് ചേർക്കാൻ പാടുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഡേറ്റ്സിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരുപാട് ഡേറ്റ്സ് ആയി കഴിഞ്ഞാലും ഒരുപാട് മധുരം കൂടിക്കഴിഞ്ഞാൽ ഒരു മടുപ്പ് ഫീലിംഗ് വരും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ തേങ്ങയും ഈ നട്ട്സും കൂടെ ആദ്യം തന്നെ അങ്ങ് മിക്സ് ചെയ്യും. ഇനി നമുക്കതിലോട്ട് ഡേറ്റ്സ് കുറച്ചിട്ടതിന് ശേഷം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലവർ ഇതിൽ കോക്കനട്ട് ഓയിൽ ഒഴിക്കാറുണ്ട്, വാനില എസൻസ് ഒഴിക്കാറുണ്ട്. പക്ഷേ ഞാൻ സാധാരണ രീതിയിൽ അതൊന്നും ചേർക്കാറില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഇഷ്ടമനുസരിച്ചും എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഡേറ്റ്സിൻ്റെ, അതായത് ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് പകുതി എടുത്തിട്ടുണ്ട് ഞാൻ. 20 എണ്ണല്ലേ നമ്മൾ അരച്ചിട്ടുണ്ടായിരുന്നു, അതിൽ പകുതി പോർഷൻ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് പതുക്കെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഇട്ട് അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലി കഴിയും. എൻ്റെ അടുത്ത് ഫുഡ് പ്രോസസ്സറൊന്നും ഇല്ല, മിക്സിയിൽ ഇത് ഒരിക്കലും പറ്റില്ല, അങ്ങനെ മിക്സ് ആവാൻ പറ്റില്ല. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കുറച്ചും കൂടെ വേണ്ടി വരും, ഒരു കുറച്ച് പോർഷനും കൂടെ ഞാൻ ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവൻ എടുത്തിട്ടില്ല എപ്പോഴും. ഇതെല്ലാം കൂടി ബൈൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ബൈൻഡിങ് ഏജൻ്റ് ആയിട്ടാണ് ഡേറ്റ്സ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ആ ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടും. പിന്നെ മാപ്പിൾ സിറപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. മനോധർമ്മം അനുസരിച്ച് ചെയ്യാം. ഇതിൻ്റെ കൂടെ എള്ള് ചേർക്കുകയാണെങ്കിലും വൈറ്റ് എള്ളാണെങ്കിലും ബ്ലാക്ക് എള്ളാണെങ്കിലും നന്നായിരിക്കും. ഇത് മതിയാവും കേട്ടോ, കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ ഉണ്ടയാക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിർത്താം. അപ്പോൾ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു 15 ഡേറ്റ്സ് ആയിരിക്കും ഈ ഒരു അളവിന് എടുത്തിട്ടുണ്ടാവുക കേട്ടോ. ഞാൻ എക്സ്ട്രാ അരച്ച് വെച്ചേ മാത്രമേ ഉള്ളൂ, അത് കളയണ്ട, നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഫ്രീസറിൽ ഒരു സിപ്ലോ കവറിൽ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യത്തിൽ ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. എല്ലാം നന്നായിട്ടങ്ങ് യോജിച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, ഒറ്റ ഒരു നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം നമുക്ക് ഡേറ്റ്സിൻ്റെ അളവ് മതി എന്നാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ആ മധുരവും അതൊക്കെ കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു ബോളുകളാക്കിയിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം കുറച്ച് തേങ്ങയിലോട്ട് അങ്ങ് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ചെറിയ ബോളുകളാക്കി എടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വായിലേക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പോലെ. വലിയ ബോളുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു വലിയ ബോൾ കഴിക്കാനുള്ള ഒരു മൂഡ് ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. അതുകൊണ്ട് എപ്പോഴും ചെറിയ ബോളുകളാക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നായിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഉരുട്ടുക, ഒരു പാത്രത്തിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ബോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൊത്തത്തിൽ ഈ മിക്സ് കംപ്ലീറ്റ് കുഞ്ഞു ബോളുകളാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ അതൊരു 34ഓളം ബോളുകൾ ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോക്കനട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് കോക്കനട്ട് പൗഡർ എടുക്കുക. നമ്മളിലുള്ള പോലത്തെ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് പൊടിച്ചിട്ടുള്ള കോക്കനട്ട് പൗഡർ എടുത്തതിന് ശേഷം ഓരോന്നും ഇതിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും. അതുപോലെ എല്ലാ ഉരുളകളും ഇതുപോലെ കോക്കനട്ടിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് വെക്കാം, പക്ഷേ കൂടുതൽ ദിവസം വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഉത്തമം. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നമുക്കിത് ഇതേപോലെ റോൾ ചെയ്തതിന് ശേഷം എടുത്ത് വെക്കാം. അപ്പോൾ അതാ എല്ലാം ഞാൻ റോൾ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി സിമ്പിളാണ്, അതേസമയം പവർഫുള്ളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓഫീസിലേക്ക് കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാൻ അഥവാ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോൾ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എനർജി ഫീൽ ചെയ്യും. കുട്ടികൾക്കൊക്കെ നല്ലതാണ്. ഒരുപാട് കഴിക്കാൻ പാടില്ല കേട്ടോ, 1 or 2 മാത്രം കഴിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനൊന്ന് ചെറിയൊരെണ്ണം കഴിച്ച് നോക്കാം, കാരണം ഞാൻ നേരത്തെയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ചെറുത് ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഇന്ന് കഴിഞ്ഞ ദിവസം സ്പിന്നീസിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജാൻ, അതേ ടേസ്റ്റാണ്, അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ വെള്ളം കുടിക്കും. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുക, ഇതൊരെണ്ണം കഴിക്കുക, വെള്ളം കുടിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.
Always click B. Always click option. Actually, is always ഞാൻ പറഞ്ഞത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യണം. always click option B. Is the best. അത് ഇവിടെ സാധിച്ചല്ലേ പരിപ്പ അങ്ങനെ വേണ്ട. Oh no, not like that. Most of it was on my head. So fast.